ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിനാണെങ്കിൽ ആകെ ശ്വാസം മുട്ടിയിരിക്കുക കേട്ടോ. ചൂടെടുത്തിട്ടാണെങ്കിൽ അശ്വിന് നിൽക്കാനും ഇരിക്കാനും വയ്യ. അപ്പൊ അയൽപക്കത്തെ വീട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ കാരണം പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് അശ്വിന്റെ ശ്രുതിനെ കാണാനായിട്ടും. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കാരണം ഒളിച്ചോടി വിവാഹം കഴിച്ച രീതിയിലാണ് കേട്ടോ ആ നാട്ടിലൊക്കെ പരന്നിരിക്കുന്നത്. അപ്പൊ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു പരദൂഷണത്തിനുള്ള വകയായല്ലോ. അതുകൊണ്ടിട്ടാണ് അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്, നമ്മുടെ ശ്രുതിനെയും അതുപോലെ തന്നെ ശ്രുതിയുടെ ഭർത്താവിനെയും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വാ, അതാകുമ്പോഴേക്കും പ്രശ്നമില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ അവിടത്തുള്ള ചേച്ചിമാരും അമ്മാവന്മാരൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. അവരൊരു 5-6 പേരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവർ വരുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയെടുത്ത് പറയണ്ട, അമ്മായി ശ്രുതി അശ്വിനെ വിളിച്ചോണ്ട് വരാവോ, ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാന്ന് പറയാണ്. അങ്ങനെ അശ്വിനെ ശ്രുതി വിളിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് വരുന്നിട്ടുണ്ട്, നിങ്ങളെ കാണാനായിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുമെന്നില്ല നോക്ക്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര വിഷമവും അമ്മായിക്കും അതിന് വല്ലാത്തൊരു വിഷമമായിരിക്കും, നിങ്ങൾ വരണം എന്നൊക്കെ പറയണം. അങ്ങനെ അശ്വിൻ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഞെട്ടിപ്പോവാട്ടെ അശ്വിനെ കാണുമ്പോഴേക്കും. ഇത്രയും നല്ലൊരു പയ്യനാണോ ശ്രുതിക്ക് കിട്ടിയത് എന്ന രീതിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവിടുത്തെ ഒരു അമ്മമ്മ പറയുന്നുണ്ട്, ശ്രുതിമോളെ നിന്റെ സ്വഭാവം പോലെ തന്നെ നിനക്ക് നല്ലൊരു പയ്യനെ തന്നെയാ ദൈവം തന്നിരിക്കുന്നത്, ഇവൻ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി നന്നായിട്ട് നോക്കുന്നുണ്ട് അമ്മേ എന്നൊക്കെ അവരുടെ അടുത്ത് പറയാണ്. എന്തായാലും നിനക്ക് നല്ല കാണാൻ കൊള്ളാവുന്നതും അതുപോലെ തന്നെ സ്വഭാവം നല്ലതായിട്ടുള്ള ഒരു ഭർത്താവിനെ തന്നെ കിട്ടിയല്ലോ, അങ്ങനെ കിട്ടാണ്ട് ഭാഗ്യം വേണം മോളെ എന്നൊക്കെ പറയാണ്. രണ്ടുപേരും കണ്ട കൃഷ്ണനെയും രാധേനെയും പോലെ ഉണ്ട്, അത്ര നല്ല ചേർച്ച, രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയൽക്കാർ അവിടെ നിന്ന് പോകുക കേട്ടോ. അവര് പോയി കഴിയുമ്പോഴേക്കും അശ്വിനതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യമാണ് കേട്ടോ വരുന്നത്. അശ്വിൻ തിരിച്ചു മുകളിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ശ്രുതി പുറകേന്ന് വിളിക്കുന്നുണ്ട്. അശ്വിൻ തിരിയുമ്പോഴേക്കും ശ്രുതി വീഴാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പിടിക്കുന്നുണ്ട് വീഴാൻ പോകുമ്പോഴേക്കും. കുറച്ചുനേരം അവരും കണ്ണോട് കണ്ണിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നീട് അശ്വിൻ പതുക്കെ കൈ വിടാൻ പോണ കാണിക്കുമ്പോൾ ശ്രുതി വീഴാൻ പോവുകയാണ്. പക്ഷെ അശ്വിൻ കൈയൊന്നും വിടുന്നില്ല, പിന്നെ ഒന്നും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. ആ ഭാഗമാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാത്രിയല്ല, ഒരു സന്ധ്യാസമയം ആകുമ്പോഴേക്കും അശ്വിന് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാട്ടോ. ആ സമയത്ത് അശ്വിൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു അടുത്തൊരു കടയിൽ പോയിട്ട് പറയും, ഒരു AC വേണമെന്ന് പറയും. അതായത് നല്ല വില കൂടി ഒരു AC തന്നെയാട്ടോ ഫിറ്റ് ചെയ്യണത്. അപ്പൊ ആ കടയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയാണ് ചെയ്യണത്. അങ്ങനെ ഷോപ്പുകാരാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അവർ അപ്പൊ തന്നെ ഒരു വലിയ ഒരു AC തന്നെ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് കൊണ്ടുവരാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഞെട്ടിപ്പോവാണ് AC കാണുമ്പോഴേക്കും. അമ്മയുടെയൊക്കെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അമ്മായി ശ്രുതിയെടുത്ത് ചോദിക്കണ്ടേ, എടീ ശ്രുതി, നിന്റെ ഭർത്താവിന് ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും പറ്റുന്നുണ്ടാവില്ലായിരിക്കും അല്ലെ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ. അയ്യോ അമ്മായി, അങ്ങനെയൊന്നുമല്ല, ഈ AC മേടിക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അമ്മ പറയണ്ടേ, സാരില്ല ശ്രുതി, നീ വിഷമിക്കൊന്നും വേണ്ട, അശ്വിൻ മോൻ അവിടെ AC-ലൊക്കെ അല്ലേ നിൽക്കണത്, ഓഫീസിൽ അതുപോലെ തന്നെ വലിയ വീട്ടിൽ നിന്നതല്ലേ, അതുകൊണ്ടായിരിക്കും ബുദ്ധിമുട്ട്, അത് കുഴപ്പമൊന്നുമില്ലടി എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതിക്കും ചെറിയൊരു ഇൻസൾട്ട് പോലെ ആവുന്നുണ്ട് കേട്ടോ. അപ്പതേ തൊട്ടു പിന്നാലെ വേറൊരാൾ വന്നിരിക്കുന്നു, അശ്വിന്റെ ഡ്രൈവറാണ് കേട്ടോ. പുള്ളിക്കാരൻ വന്നിട്ട് ഒരു കവർ അശ്വിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ശ്രുതി ചോദിക്കണ്ടേ, ഇതെന്താ ഈ കവറിൽ എന്ന് ചോദിക്കുമ്പോൾ, ഇതെന്റെ ഹാൻഡ് വാഷും ഫേസ് വാഷും എന്റെ ജെല്ലും അതുപോലെ അശ്വിന് യൂസ് ചെയ്യണ ക്രീംസും കാര്യങ്ങളും ബോഡി വാഷ് അങ്ങനെ ചീപ്പ് എല്ലാ സാധനങ്ങളും അതിലുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ്, ഞാൻ വേറെ ആളുടെ സാധനം ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിക്കുന്ന സാധനം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ എന്നൊക്കെ അശ്വിൻ പറഞ്ഞിട്ട് ആ കവറായിട്ട് അകത്ത് കയറി പോവാണ്. അതും കൂടി കാണുമ്പോഴേക്കും അമ്മയ്ക്കും വല്ലാതെ വിഷമമൊന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, സോറി, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട പറയുമ്പോ, ഈ കുഴപ്പമൊന്നും ഇല്ല, നീ വിഷമിക്കാതിരുന്നാൽ മതി, നീ നന്നായിട്ട് ജീവിച്ചാൽ മതി, ഞങ്ങൾക്ക് അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ AC കൊണ്ടുവന്നവർ അവിടെ ഫിറ്റ് ചെയ്യാട്ടോ. അശ്വിന്റെയും ശ്രുതിയുടെ റൂമിന്റെ നടുക്കായിട്ട് ഫിറ്റ് ചെയ്യണം, എല്ലാവർക്കും കാറ്റ് കിട്ടാനായിട്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര വിഷമമൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനൊരു AC വെക്കണല്ലേ, എന്ത് വിഷമിക്കാനുള്ളത്, AC മറ്റുള്ളവർക്ക് കൂടി ഉപകാരമുള്ള സാധനമല്ലേ, അല്ലാതെ എനിക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഇവിടെ ഇപ്പൊ ചൂടുകാലല്ലേ വന്നത്, അപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് എന്നൊക്കെ പറയാണ്. ശ്രുതി പറഞ്ഞു, നിങ്ങളുടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മറ്റുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അമ്മയൊക്കെ എന്താ വിചാരിക്കുക, ഇവിടുത്തെ സൗകര്യം പോരായിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്യണതല്ലേ വിചാരിക്കുക. ശ്രുതി, ഞാനൊരു കാര്യം പറയാം, എനിക്ക് AC-ൽ അത് പറ്റില്ല, അതുകൊണ്ട് AC ഫിറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി റൂം നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാട്ടോ. അതായത് നമ്മുടെ അശ്വിന്റെ വീട്ടിലെ റൂമിൽ എങ്ങനെയാണ് ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ടേബിളിൽ നിറച്ചും അശ്വിന്റെ ലാപ്ടോപ്പും സാധനങ്ങളും, അപ്പുറത്തെ ടേബിളിൽ അശ്വിന്റെ ക്രീമും ഫേസ് വാഷും സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ അശ്വിന്റെ റൂം പോലെ അത് ആക്കിയിരിക്കുക കേട്ടോ. ശ്രുതിയുടെ റൂമാന്ന് ഇപ്പൊ കണ്ടാൽ തോന്നത്തേ ഇല്ല. ശ്രുതി പറയണ്ട്, ആഹാ ഇത് കൊള്ളാലോ, ഇപ്പൊ ഈ റൂമിൽ കയറിക്കണ നിങ്ങളുടെ റൂം പോലെ ഇത് ഉണ്ടല്ലോ, എന്റെ റൂമാണെന്നേ തോന്നുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം. അതിനുശേഷം ഈ AC ഫിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ AC ഫുള്ളായിട്ട് പവറിലിട്ട്
ഇരിക്കുകയാണ്. അപ്പൊ ഫുൾ ഒരുപാട് കറണ്ട് ലോഡ് ആവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ ഏരിയയിലുള്ള ആൾക്കാരുടെ കറണ്ട് എല്ലാം തന്നെ കട്ടായി പോയിട്ട് പവർ കട്ട് ആവാണ് രാത്രി. അപ്പൊ ഈ നമ്മുടെ രാധയും പ്രമീളുടെ അടുത്ത് അന്വേഷിച്ചിട്ട് കുറെ നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ AC വെച്ചുകൊണ്ടാണ് പവർ കട്ടായി പോയെന്നൊക്കെ പറയുമ്പോൾ അമ്മായി സോറി പറയുന്നുണ്ട്. അത് സാരമൊന്നുമില്ല, നിങ്ങളുടെ പുതിയ മരുമക വലിയ വീട്ടിലെ ആളാണല്ലോ, അയാൾക്ക് ചിലപ്പോൾ ചൂടൊന്നും പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം വലിയ ചൂടൊന്നുമില്ലല്ലോ, തണുപ്പല്ലേ, ജനലൊക്കെ തുറന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല രാധേ എന്നൊക്കെ പറഞ്ഞിട്ട് അയൽക്കാരൊക്കെ പോവാട്ടോ. അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ശ്രുതി വിചാരിക്കും രാവിലെ ഇതിനൊരു പണി അശ്വിൻ സാറേമിനെ കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ ആ ഒരു വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. രാവിലെ 9:30 ആകുമ്പോൾ വെള്ളം നിൽക്കും, വൈകുന്നേരം 6 മണിക്ക് വെള്ളം വരുള്ളൂ. അപ്പൊ അങ്ങനെ പൊതു പൈപ്പാണ് കേട്ടോ അവിടെ. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. അപ്പൊ അശ്വിൻ അത് അറിയില്ലല്ലോ. അശ്വിൻ രാവിലെ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 9 മണിയാവും. 9:30 വരെ ആണെങ്കിൽ പിടിച്ചു നിൽക്കാമെങ്കിൽ അശ്വിൻ അന്ന് കുളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്രുതി മനഃപൂർവ്വം തന്നെ 9:30 വരെ അശ്വിൻ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറ്റാണ്ടിരുത്തുക കേട്ടോ. 9:25 ആകുമ്പോൾ ബാത്റൂമിൽ കയറ്റുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അമ്മായിയുടെ ഒരു കുന്നു തുണി അവിടെ ഇരിക്കുന്നു. ശ്രുതി അതൊക്കെ എടുത്തിട്ട് അതെടുക്കുന്നു ഇതെടുക്കുന്നു അങ്ങനെ പലതൊക്കെ എടുക്കുമ്പോഴേക്കും എല്ലാം കൊണ്ട് സമയം 9:30 ആവാണ്. അങ്ങനെ അശ്വിൻ വാതിലടച്ച് കുളിക്കാൻ പോകുമ്പോഴേക്കും സമയം 9:30. അശ്വിൻ സോപ്പ് തേക്കുമ്പോഴേക്കും വെള്ളം നിന്ന് പോവാട്ടോ. അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതി വെള്ളമില്ല, വെള്ളം നിന്ന് പോയി എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട, അത് ഈ ഏരിയയിൽ അങ്ങനെയാണ്, രാവിലെ 9:30 വെള്ളം നിൽക്കും, ഇനി 6 മണിക്ക് വരുള്ളൂ, 6 മണിക്ക് കുളിക്കാം എന്ന് പറയാണ്. നീ എന്തൊക്കെയാ പറയണത്, ഞാൻ 6 മണിക്ക് കുളിക്കാൻ, ഞാൻ സോപ്പ് തേച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കുഴപ്പമില്ല, അതൊരു മണിക്കൂർ ആകുമ്പോഴേക്കും ഉണങ്ങി പോയിക്കോളും എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ശ്രുതി നീ എന്തൊക്കെയാ പറഞ്ഞത്, ദേ അടുക്കളയിൽ കുറച്ച് വെള്ളമില്ലേ, അതെടുത്ത് അശ്വിൻ സാറിന് കൊടുക്ക് എന്ന് പറയാണ്. അയ്യോ അതൊന്നും വേണ്ട, അത് നമുക്ക് അരിയും സാധനങ്ങളൊക്കെ കഴുകാനുള്ള വെള്ളമല്ലേ, കുടിക്കാനുള്ള വെള്ളമാണ്, അതെങ്ങനെ അശ്വിൻ സാറിനെ കൊടുത്താൽ ഞങ്ങളപ്പോ എന്ത് ചെയ്യും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അശ്വിൻ സാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അമ്മയും ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എവിടേക്കാ അശ്വിമോനെ കൂട്ടിക്കൊണ്ട് പോണത്, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിനെയും കൂട്ടിക്കൊണ്ട് പൊതു പൈപ്പിലേക്ക് പോവാട്ടോ. അവിടെയാണെങ്കിൽ എല്ലാ പിള്ളേരും അവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും വെള്ളം കോരുന്നു, തുണി അലക്കുന്നു, അതുപോലെ പിള്ളേര് കളിക്കുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഒരു പൈപ്പാട്ടോ, പൊതു പൈപ്പാണ്, അവിടെ ചാമ്പൈപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അശ്വിൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ശ്രുതി. അപ്പൊ അശ്വിന്റെ വിചാരം വീടിന്റെ പുറകിൽ എന്തോ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണമെന്നാണ് കേട്ടോ. അശ്വിന്റെ മുഖത്തേക്ക് ശ്രുതി ഒരു ബക്കറ്റ്, അതായത് ഒരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് ഒഴിക്കുമ്പോഴാണ് അശ്വിൻ പതുക്കെ കണ്ണ് തുറന്ന് നോക്കണത്. കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും അശ്വിൻ നെട്ടിപ്പോണ്. അടുത്തേ കുറെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നിൽക്കുന്നു. അശ്വിനാണെങ്കിൽ നാണം വന്നിട്ട് വയ്യ കേട്ടോ. അതിനുശേഷം അശ്വിൻ തന്നെയാണ് അശ്വിന്റെ ഡ്രസ്സൊക്കെ വിരിച്ചിടാൻ വേണ്ടി അഴയിലേക്ക് വിരിച്ചിടുന്നത്. അപ്പൊ അമ്മയുടെ ശ്രുതിയുടെ ഡ്രസ്സ് എല്ലാം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അശ്വിൻ വിചാരിക്കും എല്ലാവരുടെ ഡ്രസ്സ് അങ്ങോട്ട് വിരിച്ചിടാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ ഡ്രസ്സ് അശ്വിൻ തന്നെയാണ് അഴയിലേക്ക് വിരിച്ചിടുന്നത്. അപ്പൊ നാളെ നമ്മൾ കാണാൻ പോകുന്ന ഭാഗത്ത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെയുള്ള ഭാഗം തിങ്കളാഴ്ചയാണ്. അശ്വിൻ പുഷപ്പ് ഒക്കെ എടുക്കുന്ന ഒരു ഭാഗമില്ലേ, അത് തിങ്കളാഴ്ച ആയിട്ട് വരുന്നത്. പിന്നെ ആ വില്ലന്മാരെ അടിച്ചു തകർക്കുന്ന ഭാഗമൊക്കെ അതൊക്കെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നല്ല രസമുണ്ടോ കാണാനായിട്ട്. അപ്പൊ നാളത്തെ ഭാഗത്തിൽ ഈ പൈപ്പിൽ വെള്ളം പോണതും അതുപോലെ തന്നെ AC ഫിറ്റ് ചെയ്യണ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.